ഹേ ഗൈസ്, അപ്പം ഇറ്റ്സ് മീ യാദവ്. അപ്പം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് റോബ്ലോക്സിലെ ഒരു സർവൈവ് 99 നൈറ്റ്സ് എന്ന് പറയുന്നൊരു ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരു 100 ലൈക്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അടിക്കേണ്ടത്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ 99 നൈറ്റ്സ് ഇൻ ദ ഫോറസ്റ്റ് എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇന്ന് ഗൈസ്, നമ്മൾ പ്ലേ കൊടുക്കാൻ പോവുകയാണ്. ഒന്നും കാണിക്കുന്നില്ലല്ലോ. ഇവിടെ പ്ലേ എന്നുണ്ട്. പ്ലേ നോക്കിയാൽ മതിയോ? നോക്കട്ടെ. ദിസ് ഗെയിം ഈസ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. സം ഡീറ്റെയിൽസ് ഹാവ് ബീൻ ചേഞ്ച്ഡ്. എന്തൊക്കെയോ ട്രൂ സ്റ്റോറി ആയിട്ട് നടന്ന കഥയാണെന്നാണ് ഗൈസ് പറയുന്നത്. നമുക്ക് നോക്കാം. ഒന്നും കാണിക്കുന്നില്ലല്ലോ. അപ്പോൾ ഓക്കെ ഗൈസ്, ഒന്നും കാണിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കെന്നാലും ഒരു പ്ലേ കൊടുത്ത് നോക്കാം ഗൈസ്. നമുക്കൊരു പ്ലേ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നടക്കുകയാണ്. ഇത് എവിടോട്ട് പോകണം ഗൈസ്? ഇവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇതെന്തോ കുറേ പേരുണ്ട് ഗൈസ് നമുക്ക് കളിക്കാൻ വേണ്ടി. ഇവിടെ എന്തൊക്കെയോ കാണിക്കുന്നത്. നമുക്ക് ഇതിനകത്തോട്ട് കയറിയിരിക്കാൻ പറ്റും. നിൽക്കാൻ പറ്റുമോ? എടാ, ഇതിനകത്ത് എന്തോ കയറിയിരിക്കാൻ പറ്റില്ല. ക്രിയേറ്റിംഗ് എന്നാണ് കാണിക്കുന്നത്. ഇതും ക്രിയേറ്റിംഗ് ആണ്. അപ്പോൾ ഗൈസ്, ഇത് ക്രിയേറ്റിംഗ് എന്നാണ് കാണിച്ചത്. ഇവിടെ ടെലിപ്പോർട്ടിംഗ് എന്നാണ് കാണിക്കുന്നത്. ഇതെന്തോ ഗൈസ്, ഇത് ചെയ്യുന്നില്ല. നമുക്കെന്തായാലും ഇവിടെ ഒന്ന് കയറാൻ നിൽക്കാൻ പറ്റും. ഗൈസ്, നിന്ന് പാർട്ടി സൈസ് നമ്മൾ 5 കൊടുത്തിട്ടുണ്ട്. എന്തോന്നും അറിയത്തില്ല. നിൽക്കുന്ന ആൾക്കാരുടെ ഇതായിരിക്കും. ഇപ്പോൾ ഒരാളുണ്ട്. ഇവിടെ ഉണ്ട്. ഇവിടെ സ്ഥലമുണ്ട്. 2 ആൾക്കാരെ. ഇനി ഒരു 3 ആൾക്കാരും കൂടെ മതി ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. 6 5 4 3 2 1. തുടങ്ങി ഗൈസ്, തുടങ്ങി. സർവൈവ് 99 നൈറ്റ്സ്. ഫൈൻഡിങ് ദ മിസ്സിങ് ചിൽഡ്രൻ വിൽ ഹെൽപ്പ്. പിന്നെന്തോ ചെയ്യുന്നത്? ഒന്നുമില്ല ഗൈസ്. അവിടെ ഗെയിം തുടങ്ങിയെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഗെയിം തുടങ്ങി. നമ്മളോട് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ചോപ്പ് ട്രീസ് ദെൻ പ്ലേസ് വുഡ് ഓൺ ദ ഫയർ, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതായത് നമ്മുടെ മരങ്ങൾ മുറിച്ചിട്ട് അതെല്ലാം കൂടെ ഈ സാധനത്തിലോട്ട് ആക്കാനാണ്. അപ്പോൾ നമുക്ക് മരം പോയി മുറിച്ചുകൊണ്ട് വരാം. ഇവിടെയാണ് മുറിക്കേണ്ടത്. ഈ യെല്ലോ കാണുന്നിടത്താണ് മുറിക്കേണ്ടതെന്ന് തോന്നുന്നു. മുറിക്കാൻ ഇത് വെട്ടാൻ പറ്റൂലേ? ഇവിടെ വെട്ടണം എന്ന് തോന്നുന്നു. ഇവിടെ തന്നെ വെട്ടണം. സ്വിങ്ങി നിൽക്കിയാൽ മതി ഗൈസ്, തനിയെ വെട്ടിപ്പോക്കോളും. അപ്പം ഫയർ റീച്ച്ഡ് 100%. ദ മാപ്പ് ഹാസ് ഗ്രോൺ ബിഗ്ഗർ. അപ്പോൾ നമുക്കിതെല്ലാം മറ്റേ ഓൾഡ് സാക്കിലെടുത്ത് ഇടാൻ പറ്റുമോ? അറിഞ്ഞൂടല്ലോ ഗൈസ്. നമുക്ക് നോക്കാം. ഓൾഡ് സാക്ക് എടുത്തു. സ്റ്റോർ ചെയ്യാൻ പറ്റും ഗൈസ്. എന്നിട്ട് എനിക്ക് തോന്നുന്നത് ഇത് എടുത്ത് നമ്മൾ ആ ഫയറിൻ്റെ അവിടെ ഇടുമ്പോൾ ഫയർ ഇത് വലുതായിട്ട് അത് മാപ്പ് പിന്നെയും ഗ്രോൺ ആവും എന്നാണ് തോന്നുന്നത്. അപ്പം മറ്റേ ഇപ്പോൾ ഒരു സാധനം കണ്ടല്ലോ ഗൈസ്, സാപ്ലിങ് എന്തുവാ ഗൈസ്? ഇപ്പോൾ പ്രോഗ്രഷൻ 62 ആയിട്ടുണ്ട് 100-ൽ. അവിടെ എല്ലാവരും എടുത്തിടയാണ്. ഈ സാപ്ലിങ് എന്തുവാ ഗൈസ്? ഇതിവിടെ നടാനുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഗൈസ്, ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് കുറച്ച് വോയിസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെന്നറിയാം. അതുകൊണ്ട് എന്തായാലും ഒന്ന് സഹകരിക്കണം. നമ്മൾ ഇത് കഴിയുമ്പോൾ വോയിസിൻ്റെ ഇതൊക്കെ മേടിക്കുന്നതായിരിക്കും. മറ്റേ മൈക്കൊക്കെ ഉണ്ടല്ലോ ചെറിയത്, അത് മേടിച്ചിട്ട് നമ്മൾ ഇത് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇവിടെ ഇത് പുഴയുടെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഈ പുഴയുടെ കൂടെ ഇതിനകത്ത് എന്തെങ്കിലും എന്തോ സർക്കിൾ കാണിക്കുന്നത് ഗൈസ്. ഇവിടെ ഒരു വീടുണ്ട്. ഞാൻ അതിനകത്ത് വെച്ച് അടിക്കരുത്. എന്തോ കോൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. യെസ് ഗൈസ്, കോൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മൾ ചുമ്മാ ഇവിടെ കിടന്ന് നടക്കുകയാണ് ഗൈസ്. അതിനകത്ത് എന്തോ സ്വർണ്ണം ഇരിക്കുന്നത്. സ്വർണ്ണം എടുത്ത് നമ്മൾ. പിന്നെ ബോൾട്ട് എന്താ ഇരിക്കുന്നത്. പിന്നെ എന്തുവാ? ഇതെടുക്കാൻ പറ്റൂല ഗൈസ്. എന്തുവാ അവിടെ ഓപ്പൺ ദ ഡോർ എന്ന് എഴുതി കാണിച്ചില്ലേ? അപ്പോൾ ഗൈസ്, നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഈ ഡോർ ഓപ്പൺ ചെയ്ത് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ ഒന്നും കാണിക്കുക അപ്ഗ്രേഡ് റോഡ്. യു ആർ നോട്ട് ഹോൾഡിങ് എ ഫിഷിംഗ് റോഡ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇതാണ് ഫിഷിംഗ് റോഡ് ഗൈസ്. എനിക്ക് തോന്നുന്നത് ഇതാണ് ഫിഷിംഗ് റോഡ് എന്നാണ്. ഇത് എടുത്തിട്ട് അവിടെ ഹോൾഡ് ചെയ്യണോ? നമുക്ക് നോക്കണമല്ലോ. നമ്മൾ റോഡ് എടുത്തിട്ടുണ്ട് എന്തായാലും. പക്ഷേ മീനെ പിടിക്കാൻ പറ്റും. നോക്കട്ടെ ഗൈസ്, മീനെ പിടിക്കുന്നുണ്ട. എന്തോന്നും കാണിക്കുന്നില്ലല്ലോ. റീലെന്ന് തന്നെ താരം എഴുതി കാണിക്കുന്നുണ്ട്. റീല് വലിച്ചിട്ടൊന്നും കിട്ടിയില്ല. എന്ത് പരിപാടി? റീല് വലിച്ചിട്ട് കിട്ടിയില്ല ഗൈസ്.
എന്തോടെ ഇത്? നൈറ്റ് ഈസ് അപ്രോച്ചിങ്. ഓ നൈറ്റ് ഈസ് അപ്രോച്ചിങ് എഴുതി കഴിച്ചു. ഓടറാ ഓടറാ. നൈറ്റ് ഈസ് അപ്രോച്ചിങ് ഗൈസ്. എൻ്റെ മോനെ നൈറ്റ് ഈസ് അപ്രോച്ചിങ്. പോ ഇവിടെ നിൽക്കണ്ട, ഇവിടെ ശരിയല്ല. ഇതെന്തോ നമുക്ക് ഇതെടുത്തുകൊണ്ട് പോകാം ഗൈസ്. അല്ലേ പിന്നെ പണിയായാലേ. ഇതിനെ കൊല്ലാൻ പറ്റുമോ? യെസ് ഗൈസ് അവിടെ നിൽക്ക. ആ ഗൈസ് നൈറ്റായി. ഇതെടുത്തുകൊണ്ട് ഇട്ടിട്ട് പോയാലോ നമുക്ക് പച്ചയ്ക്ക് തിന്നാൻ പറ്റുമോ? തിന്നാൻ പറ്റൂലെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് ഇത് കളിച്ചിട്ടുണ്ടായിരുന്നു. തിന്നാൻ പറ്റൂല ഗൈസ്. കാരണം അത് കുക്ക് ചെയ്തിട്ട് ആ ഫയറിൻ്റെ അടുത്തുകൊണ്ട് വിടണം. എന്നാലത് ഇത് വേവിച്ച് കിട്ടത്തുള്ളൂ. അതാണ് നമുക്ക് തിന്നേണ്ടത്. ഓ ഗൈസ് ലെറ്റ്സ് ഗോ. അൺകവർ. ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ നെക്കി പിടിച്ചു. ഇതെന്തോ എഴുതിയേക്കുന്ന? നിധി എങ്ങോട്ട്? അപ്പോൾ ഗൈസ് നിധി എങ്ങോട്ടെന്ന് എഴുതിയിട്ടുണ്ട്. അതൊന്നും എനിക്കറിയത്തില്ല. ഇതാറാ? നമ്മുടെ ടീമാണ് ഗൈസ്. ഞാൻ വെച്ച് എവിടെ നിന്ന് ഓടി വരുന്നു. ഇവൻ്റെ ഈ സ്വർണ്ണ കോടാലേക്ക് എവിടെ നിന്ന് കിട്ടി? ഇങ്ങ് താടെ ഇങ്ങോട്ട്. ഓ നമ്മളത് ഇവിടോട്ടെടുത്ത് ഇടുമ്പം നമുക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ എനർജി കൂടും ഗൈസ്. ഓടുമ്പോഴത്തേക്കും നമുക്ക് എനർജി വേണമല്ലോ, അതുകൊണ്ടാണ് അത് തിന്നുന്നത്. ഇപ്പം നമ്മൾ പിന്നെ നൈറ്റ് ചെയ്യാം. ഇതിന് കുറച്ച് മുമ്പ് നൈറ്റ് ചെയ്താണല്ലോ. ഇപ്പം നൈറ്റ് തന്നെ ഗൈസ്. ചെറിയ വെളിച്ചേ ഉള്ളൂ. ഓരോരുത്തന്മാർ ആ റാബിറ്റിനെ കൊല്ലുന്നുണ്ട്. ദാണ്ട് റാബിറ്റ്. നമുക്കിതിനെ കൊല്ലാൻ പറ്റും. നമ്മൾ കൊന്ന്. അവൻ ചെയ്തതാണ്. എന്തായാലും നമ്മൾ ഒരു പ്രാവശ്യം കൂടെ കൊന്ന്. ഇതാണ്ട് നമ്മൾ എഴുതിയേക്കുന്നുണ്ട് യു ഷുഡ് കുക്ക് മീറ്റ് ബിഫോർ ഈറ്റിംഗ്. പിന്നെ ഹൊറർ അപ്ഗ്രേഡഡ് ദ ക്രാഫ്റ്റിംഗ് ബെഞ്ച് അങ്ങനെ എന്തോ. ഗൈസ് ആ ക്രാഫ്റ്റിംഗ് ബെഞ്ച് എന്തിനാണോ എന്തോ. ഹൊറർ ബിൽഡ് മാപ്പ്. ഇതാണ്ട് എവിടെയും കോയിൻസ് ഉണ്ട് ഗൈസ്. ഇത് കൊള്ളാം. അപ്പോൾ ഗൈസ് എനിക്ക് തോന്നുന്നു നമ്മൾ 99 നൈറ്റ്സ് സർവൈവ് ചെയ്യുമോ? നിങ്ങളെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇറ്റ്സ് മിക് ബിൽഡ് സൺഡേയിലും കോമ്പസും. ഗൈസ് നമ്മൾ ഫൈനലി ഡേ 2 ആയിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് ഇത് നമ്മൾ ഡേ 2 ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ കൊച്ചിനെ കണ്ടുപിടിക്കാൻ പോകും ഗൈസ്. ഇതിൻ്റെ പേരെന്തോ ഡൈനോക്കിഡാ. ഈ ഡൈനോക്കിഡ് മിസ്സിങ് എന്നാണ് എഴുതി കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാൻ പോകണം. വ്യൂ ലൊക്കേഷൻ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. അത് നോക്കി പിടിക്കാം. ഇതിന് നിൽക്കുമ്പം ബാക്ക് 393 മീറ്റർ. ഇങ്ങനെ ഇരുന്നപ്പോൾ ആ സാധനം വന്ന് പിടിച്ചുകൊണ്ട് പോകുമെന്നാണ് ഈ കൊച്ചു പറയുന്നത്. നമുക്കെന്തായാലും അത് സത്യമാണോ ഉള്ളതെന്ന് നോക്കാം. ആ റൂമിൽ പൂട്ടിയിട്ടേക്കുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങോട്ട് ഇപ്പോൾ ഞാൻ നടക്കുന്നതിൻ്റെ ആ സ്ഥലത്ത് തന്നെ 393 മീറ്റർ, അതായത് 393 മീറ്റർ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കുമാണ് ഈ കൊച്ചിൻ്റെ സ്ഥലം കാണുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഗൈസ് ഇവിടെ കുറേ കുറുക്കന്മാർ. ഈ കുറുക്കന്മാർ ഇതാണ്ട് ആ സാധനത്തിനടുത്തുകൊണ്ട് പോയി കടി കിട്ടും. കടിയെന്ന് വെച്ചാൽ അതിന് നമുക്ക് കൊല്ലണമെങ്കിൽ കുറേ സമയം എടുക്കും. റാബിറ്റ് കണക്കല്ല, റാബിറ്റ് കടിക്കൂല, ആ സാധനം കടിക്കും ഗൈസ്. അതുകൊണ്ട് തന്നെ അത് സൂക്ഷിക്കണം അതിനെ അടുത്ത് പോകുമ്പോഴത്തേക്കും. ഗൈസ് എന്തോ കോമ്പസ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ഉണ്ടല്ലോ. ഇതെന്തോ ബോക്സ് ഓഫ് സീഡ്. ഇതാണ്ട് ഇവിടെ ഉണ്ട് ഗൈസ്. കോയിൻ സ്റ്റാക്ക്. പിന്നെ ഇവിടെ എന്തോ ഉണ്ടല്ലോ. ഇതിനകത്ത് എന്തുവാ? ഈ കിണറിനകത്ത് എന്തുവാ? ആ കിണറിനകത്ത് എന്തോ ഉണ്ടായിരുന്നു ഗൈസ്. അതെ നമുക്കിവിടെ അൺകവർ ചെയ്യാനുണ്ട്. ഇവിടെ നോക്കട്ടെ ഗൈസ്. ഇവിടെ നിധി ഇങ്ങോട്ട്. ഈ നിധി എങ്ങോട്ട്? ഈ പുഴയ്ക്കകത്താ? ഇതിനകത്തായിരിക്കും ഗൈസ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെയും കോയിനുണ്ട് ഗൈസ്. ഇതെല്ലായിടത്തും കോയിനുണ്ട്. താണ്ട് അത് മറ്റേതെന്ന് പറയുന്ന റെഡ് ഇല്ല. ഇതിനകത്ത് റെഡ് കവർ ഇട്ടിട്ടുള്ളതാണ്. നമുക്ക് ഓടാൻ ഗൈസ്. എൻ്റെ അമ്മ ഓട്. അതുമെല്ലാം കടിച്ചാൽ പിന്നെ പകുതി ലൈഫ് കുറയേണ്ടി വരും. തിന്നാനൊന്നും ഇല്ല. പിന്നെ വേവിക്കണം. നമ്മൾ മാപ്പ് നോക്കുന്നുണ്ട്, എന്തിനാണെന്ന് അറിയത്തില്ല. അതാണ്. പിന്നെ നമ്മൾ ചുമ്മാ മാപ്പ് എടുത്ത് നോക്കുന്നുണ്ട്. ഞാനാണെന്ന് തോന്നി വട്ടം കറങ്ങുന്നത്. ഇതാണ് ഞാൻ. അപ്പോഴത്തേക്കും ഗൈസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി വീണ്ടും ഞാൻ പറയുന്നതാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നമ്മൾ എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യണം. എനിക്ക് പണ്ടൊരു ചാനലുണ്ടായിരുന്നു, അത് കോപ്പി റൈറ്റ് വന്ന് പോയതാണ് ഗൈസ്. എന്നിട്ട് ഇവിടെ ടെൻ്റൊക്കെ ഉണ്ട്, കുറേ ടെൻ്റ്. ഇതെന്തുവാ? ഓപ്പൺ ചെസ്റ്റ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ കുടിക്കാനൊന്നുമില്ലല്ലോ. ഓപ്പൺ ചെസ്റ്റ് ഒന്ന് തുറന്ന് നോക്കും. ഗൈസ് ഇത് കുറച്ച് അധികം സമയം എടുക്കും. അപ്പോൾ ഗൈസ് നമ്മൾ റോബ്ലോക്സ് മാത്രമല്ല ഗൈസ് എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്കും കിട്ടി സ്വർണ്ണക്കോടാലി. അവൻ്റെ ഇരുന്ന കണക്കത്തെ. നമ്മുടെ റോബ്ലോക്സ് മാത്രമല്ല ഗൈസ് എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ ഗെയിമിലും നമ്മൾ ട്രൈ ചെയ്യും. നൈറ്റ് ഈസ് അപ്രോച്ച് ചെയ്യും. അപ്പോൾ ഗൈസ് ഇതിനകത്തൊരു ഈ ഗെയിമിൻ്റെ അഡ്വാൻറ്റേജ് എന്തോന്നറിയോ?
അതൊന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഈ ഗെയിമിനകത്ത് ഈ ഫയറിൻ്റെ ഇവിടെ ഒന്ന് നിന്നാൽ നമ്മുടെ ആ സാധനം പിടിക്കൂല. ആ വലിയ ഒരു സാധനം ഉണ്ടല്ലോ, കരടിയാ മാന, അത് വന്ന് പിടിക്കൂല ഗൈസ്. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഒന്നും പിടിക്കത്തില്ല, കുറുക്കനോ ഒന്നും പിടിക്കത്തില്ല. അതിൻ്റെ അകത്തോട്ട് ഒന്നും വരാൻ പറ്റത്തില്ല. അപ്പോൾ ഗൈസ് നമുക്കിവിടെ ഒരു മീറ്റ് ഇട്ടിട്ടുണ്ട്, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് എനർജി ഭയങ്കര കുറവാണ് ഗൈസ്, അതുകൊണ്ടാണ് നമ്മൾ മീറ്റെല്ലാം എടുത്തത്. നമുക്ക് ഇതിനകത്ത് കൊണ്ടുപോയി വേവിക്കാം. രണ്ടെണ്ണം വേവിച്ചിട്ടുണ്ട്, ഇത് നമുക്ക് തിന്നാം. കുക്ക്ഡ് മോർസൽ. ഗൈസ് നമുക്ക് ലെവൽ കൂടിയിട്ടുണ്ട്. കൊള്ളാം. ഈ സ്പ്രിൻറ്റ് സ്റ്റോപ്പ് ചെയ്യുമ്പം നമ്മുടെ ഓടുന്നതിൻ്റെ ഇത് കുറയും ഗൈസ്. അതാണ് ഇതിനകത്തുള്ളൊരു ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തപ്പോഴത്തേക്കും 3, 4, 5 പേരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 2 പേരും 3 പേരെ കണ്ടേ ഉള്ളെന്നാണ് തോന്നുന്നത്. ഗൈസ് ഇവൻ കുറേ മീറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഈ ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ ഗൈസ്, ആ ക്യാരറ്റൊക്കെ തിന്നാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. കിണറുണ്ട് ഇതിൻ്റെ അപ്പുറത്തോട്ട്. അങ്ങ് പോകുമ്പോഴാണോ കൊച്ചിനെ കാണുന്നതെന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് എന്തായാലും നോക്കി നോക്കണം ഗൈസ്. കൊച്ചിനെ കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. കൊച്ചിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നറിയത്തില്ല, എന്നാലും നമ്മൾ ശ്രമിക്കാം, നോക്കാം. പുതിയൊരു ആൾ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇവരൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. മര്യാദയ്ക്ക് പണിയെടുത്തോണം. ശിവൻ്റെ ഈ സാക്കൊക്കെ കിട്ടി ഇങ്ങനെ, അവൻ്റെ ഐവറി കളറ് ബിൽഡ് ബണ്ണി ട്രാപ്പാ എന്തുവാ അത് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ എങ്ങനെയാണ് ഗൈസ് ഇങ്ങനത്തെ ബിൽഡ് ചെയ്യുന്ന എനിക്കറിയത്തില്ല. ഇത് എത്ര നേരം രാവിലെ ആയിട്ട് ഗൈസ് പറഞ്ഞപ്പോൾ തന്നെ രാവിലെയായി. എത്ര നേരം രാത്രി ആയിട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ രാവിലെയായി. Day 3. ഇപ്പോൾ നമ്മൾ Day 3 ആണ്. അയ്യോ കുറുക്കൻ, അയ്യോ അതാണ്ട് ഓടിയിരുന്നു. അമ്മച്ചേ നമ്മൾ സ്പ്രിൻ്റ്. എല്ലാവരും ബിയർ ട്രാപ്പ് ബണ്ണി ട്രാപ്പൊക്കെ ഇട്ടേക്കുന്നത്. അതെങ്ങനെ ബിൽഡ് ചെയ്യുന്നത് അറിയത്തില്ല ഗൈസ്. എൻ്റെ മണ്ടേ കയറുന്ന കുറുക്കൻ പിടിക്കുമോ? താഴുണ്ട്. അതിൻ്റെ ലൈഫ് പറഞ്ഞല്ലേ. ഇവിടെ ആരും ഇത് സംതിങ് എമർജിങ് ഫ്രം ദ പോണ്ടിൻ്റെ അവിടെ നിന്ന് എന്തോ എമർജ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ടെടുത്ത് ആടെ നമ്മൾ ഡൗൺ തോന്നുന്നത് ഗൈസ്. അതിൻ്റെ താരിയായിരിക്കും ആ കൊച്ചുള്ളത്, എനിക്ക് തോന്നണത് ആണെന്നാണ്. അവിടെ ഒരു ഗേറ്റൊക്കെ കണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും അങ്ങോട്ട് ഒന്ന് പോയി നോക്കണം. അവിടെ ഫുള്ള് കുറുക്കന്മാരല്ലേ, നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. ഗൈസ് കുറുക്കൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവൻ കുറേ ഉണ്ടാക്കുന്നുണ്ടല്ലേ. ഇവൻ്റെ ഷൂട്ട് ഗണ്ണൊക്കെ അവിടെ നിർത്തി. അതുകൊണ്ട് ഗണ്ണ് വെച്ചിട്ട് പാടാന്ന് അടിക്കുന്നു. ഇറ്റ്സ് മിക് ഇറ്റ്സ് ഈ കേക്ക്. അയ്യോ എൻ്റെ തോക്കൊക്കെ എവിടെ നിന്നാണ് ഗൈസ് കിട്ടുന്നത്? ഹൊറർ അപ്ഗ്രേഡ് ചെയ്ത് ക്രാഫ്റ്റിംഗ് ബെഞ്ച്. ഇവനല്ലേ ക്രാഫ്റ്റിംഗ് ബെഞ്ച് ഉണ്ടാക്കിയത്, എന്നിട്ട് ഇവൻ തന്നെ അപ്ഗ്രേഡ് ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സംതിങ് ഈസ് എമർജിങ് ഫ്രം പോണ്ട് എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് കയറിപ്പോയി. ഇതിൻ്റെ അകത്താ കൊച്ചുള്ളത്. ഇങ്ങനത്താണെന്ന് തോന്നുന്നത് കൊച്ചുള്ളത്. എൻ്റെ അമ്മോ, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. ഒരു ഡോർ ഇതിനകത്ത് ആരെങ്കിലും. മറ്റേ കൊച്ച് എന്നെ തള്ളിയിട്ടിട്ട് പോയി ഗൈസ്. അതാണ് നമ്മളെ തള്ളിയിട്ടിട്ട് പോകുന്നു ഗൈസ്. ആ കൊച്ചിനെ കണ്ടുപിടിച്ചോ അവൻ? നോക്കണ്ടേ? നമുക്ക് നോക്കി നോക്കാം ഗൈസ്. എന്തായാലും വരുന്നിടത്ത് വെച്ച് വരട്ടെ, നമുക്ക് പോയി നോക്കാം. അവൻ കൊച്ചിനെ രക്ഷിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. ഓപ്പൺ ചെസ്റ്റാ. ഇവിടെയും ചെസ്റ്റ് ഓപ്പൺ ചെയ്യാനുണ്ട്. കൊച്ചിനെ രക്ഷിച്ചില്ലേ? ഇവിടെ ആയിരുന്നില്ല കൊച്ചിൻ്റെ പടമൊക്കെ എഴുതിയിരുന്നത്. കാരണം ഇതിനകത്ത് കൊച്ചുണ്ട്, ഈ ചെസ്റ്റിനകത്ത്. ഞാൻ കൈ വിട്ടോണ്ട് ഇതാണ് ചെസ്റ്റ് തുറക്കണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ ഇതൊന്നുമില്ല. ഓർക്ക് അടിയിലോട്ട് കയറുമെന്ന് നമ്മൾ പെട്ട് ഗൈസ്. ഉള്ളത് പറയാലോ, നമുക്ക് ഓടിപ്പോവാം മണ്ടയിലോട്ട്. അതിന് മുമ്പ് എ മിസ്സിംഗ് ചൈൽഡ് ഹാസ് ബീൻ റെസ്ക്യൂഡ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഡേയ്സ് വിൽ ഇൻക്രീസ് ബൈ 3. 3 ദിവസം കൊണ്ട് ഇൻക്രീസ് ആവും. അതായത് ഇപ്പോൾ 4 അല്ലേ, 5, 6, 7 ദിവസം കൊണ്ട് ഇൻക്രീസ് ആവും. 7 എന്ന് പറയുന്നത് 10 ആവും. 10 ആവുമോ? 10 ആവും. 13 ആവും, 16 ആവും, 19 ആവും. അങ്ങനെ ഇൻക്രീസ് ആവും എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ കുട്ടികളും കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഒരു 20 മാക്സിമം, 30 മാക്സിമം, 31 കയറി കാണും. അപ്പോൾ ഗൈസ് ഇവിടെ പുതിയൊരു കൊച്ചിൻ്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. ഇവനാണ് രക്ഷിച്ചത്, എന്നിട്ട് നമ്മളെ തള്ളിയിട്ടിട്ട് പോയി ഗൈസ്. എന്നാണില്ലാത്തവൻ. ക്രാഫ്റ്റ് ആയിട്ട് ഇവിടെയാണെന്ന് തോന്നുന്നു ഗൈസ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യേണ്ടത്. നൈറ്റ് ഈസ് അപ്രോച്ചിങ് എന്നൊന്നും പറഞ്ഞില്ലല്ലോ. നൈറ്റ് ആയി ഗൈസ്. എന്നാലും
നമുക്ക് എനർജി ഭയങ്കര കുറവാണ് ഗൈസ്. കണ്ട് ഇതെന്തോ കിടക്കുന്നത്? ഓൾഡ് ഫ്ലാഷ് ലൈറ്റ്. അതാണെന്ന് തോന്നുന്നു മറ്റേ കൊച്ച്. ഫ്ലാഷ് ലൈറ്റ് അടി അടിച്ചു നോക്കാൻ പറ്റുമോ? ഷോ ഗൈസ്, അടിച്ചു നോക്കാൻ പറ്റും. നമ്മളിവിടെ ലൈറ്റ് അടിച്ച് നോക്കുന്നുണ്ട്. വേണ്ട, തലയിലോട്ട് ലൈറ്റ് എടുക്കുക. നേരെ അടിക്കുക. നമ്മുടെ തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാം കേൾക്കാൻ ചില കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. കേൾക്കാൻ പറ്റിയിട്ട് ക്ഷമിക്കണം ഗൈസ്. അടുത്ത വീട്ടിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ആ കൊച്ച് അതിൻ്റെ വണ്ടിയിൽ കയറിയിരിക്കുന്നു ഗൈസ്, ടെറ്റിൻ്റെ വണ്ടിയിൽ. ഞാൻ കണ്ണാടിയൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഗൈസ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ട് ക്ഷമിക്കണം ഗൈസ്. ഇത് ആദ്യത്തെ വ്ളോഗല്ലേ, എനിക്ക് അത്രയ്ക്ക് അറിഞ്ഞുകൂടാ. ഓ ഗൈസ്, നൈറ്റ് പിന്നെ ആയിട്ടുണ്ട്. ഡേ 4 ആണ് നമ്മളിപ്പം. അത് 7 കൂടുമെന്നാണ് തോന്നുന്നത്. 7 കൂടുമോ? അവർ കാണിച്ചത് അങ്ങനെയാണ്, 3 ദിവസം വെച്ച് കൂടുമെന്നാണ്. നമുക്ക് നോക്കി നോക്കാം. ഈ കൊച്ചു ഇവിടെ നിൽക്കുന്നത്. കൊച്ചിൻ്റെ പേരാണ് ഡൈനോ കിട്ടും. അവിടെ ഡൈനോസറൊക്കെ ഇരിപ്പുണ്ട് വണ്ടിയിൽ. ഇതിനകത്ത് ഫൗണ്ട് എഴുതിയിരുന്നു. വേറെ വെച്ച് ക്രക്കൻ കിഡിന് മിസ്സിങ് ആയത് എങ്ങനെയാണ് നിൽക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇത് വരുന്നില്ല. ക്രക്കൻ കിഡ് മിസ്സിങ് ആയത്. കളിച്ചുകൊണ്ടിരുന്ന് എന്തോ കാര്യം പറ്റി, നോക്കിയപ്പോൾ അവൻ ചാടി വന്നു. അതാണ് ക്രക്കൻ കിഡിൻ്റെ സ്റ്റോറി. എല്ലാവർക്കും സ്റ്റോറി ഉണ്ട് ഗൈസ്. എനിക്ക് കിഡിലും ഗെയിം ഗൈസ്. എനിക്ക് ഗ്രാഫിക്കലൊക്കെ ഇഷ്ടപ്പെട്ട് ഗൈസ്. രാവിലെ ആയാലോ, നമുക്ക് ഡേ കാണിക്കുന്നില്ലല്ലോ. ഡേ 4 തന്നെ. ഡേ 5 ഗൈസ്. പറ്റിപ്പ് ഗൈസ്. ഡേ 7 ആവണ്ടല്ലേ ഗൈസ്. എൻ്റെ മോനെ കണ്ട ഇവിടെ ഗിരിങ്കി അത് കൊത്തി നമ്മുടെ ലൈഫ് തീരും. അയ്യോ, ഡേ 7 ആയി ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ഡേ 7 ആയി. ഇൻഫോ കാണിക്കുന്നുണ്ട്. ഇപ്പം ചത്തു പോകും ഗൈസ്. യു ആർ ഹംഗ്രി. ശകുന്ന്. എനിക്ക് ഇതില്ല, എനർജി ഇല്ല. പെട്ടെന്ന് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇതെന്തുവാ? ഇതാരാ? കൾട്ടിസ്റ്റ് എന്തോത്തിനാ? ചുമ്മാ അവിടെ കൊണ്ടിട്ടേക്കാം ഗൈസ്. ചുമ്മാ. ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് ടു റെയിൻ. റെയിനായ തീ അണഞ്ഞു പോവില്ലേ? അയ്യോ അപ്പം ഗൈസ്, റെയിനായ തീ അണഞ്ഞു പോവില്ലേ? ഇയാളെന്ത് കിട്ടാത്ത? ഓടുമ്പോൾ കിട്ടിക്കോളൂ. ക്യാരറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിന്നുന്നുണ്ട്. ചുമ്മാ അല്ല വരുന്നത്. ഇയാളെ കിട്ടി. ഇപ്പഴാണ് കിട്ടുന്നത്. ഓടി വാ. ഇയാളെ കിട്ടുന്നില്ലല്ലേ? കിട്ടി. ഇപ്പഴാണ് കിട്ടുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ആ ഫയറിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് മീറ്റൊക്കെ കുക്ക് ചെയ്തിട്ടിരുന്നല്ലോ, അത് നമുക്ക് തിന്ന് നോക്കിയാലോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ കൾട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരുത്തരുണ്ടല്ലേ, അവനെടുത്തിട്ടാണ് ഞാൻ തീയിലോട്ട് പറഞ്ഞ ഈ സാധനമൊന്നും വന്നില്ല ഗൈസ്. ഇവിടെ നമ്മുടെ എനർജി ലോയാണ്. നമുക്ക് ക്യാറ്റ് എടുത്ത് തിന്നാൽ മതി. ക്യാറ്റ് കുക്കൊന്നും ചെയ്യണ്ടല്ലോ, സാധാരണ എടുത്ത് തിന്നാൽ മതിയല്ലോ ഗൈസ്. യു ആർ ഹംഗ്രി എന്ന് കാണിക്കുന്നുണ്ട്. കുറച്ച് ക്യാറ്റ് എടുത്ത് തിന്നാൽ മതിയെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് ക്യാറ്റ് തിന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ കൊന്നല്ല ഗൈസ്, കൊല്ലുന്നു ഗൈസ്. ഇത് ഓടിപ്പോണ്. ആരാ അടിക്ക്? അടിക്ക്. അത് ചത്തില്ലേ? അത് നേരെ അടിക്ക്. നേരെ അടിച്ച്. ഒരെണ്ണം കൂടെ കൊണ്ടാകും. ഓട് ഗൈസ്. നേരെ അടിച്ചോണേ. ഓക്കെ, ചത്തു. നമുക്ക് എന്തോ കിട്ടിയിട്ടുണ്ട്. മോർസലും കിട്ടിയിട്ടുണ്ട്, ബണ്ണി ഫുഡും കിട്ടിയിട്ടുണ്ട്. ഈ രണ്ടും കൊണ്ട് വയ്ക്കാൻ പോകും. ഇപ്പോൾ യു ആർ ഹംഗ്രി എന്ന് എഴുതി കാണിക്കും. ഇത് രണ്ടും നമുക്കെടുത്ത് തിന്നേണ്ടി വരും. ഓക്കെ, നമ്മളപ്പോൾ തിന്നാൻ പോകുന്നു. വൂൾഫ് പെൽറ്റ്. എന്തുവാ അത്? അയ്യോ, ഇത് അങ്ങോട്ട് എടുത്തിടും ഗൈസ്. അത് നമുക്കെടുത്ത് തിന്നണം. തിന്ന് എണ്ണച്ച് കുറച്ച് കൂടിയിട്ടുണ്ട്. ബിൽഡ് ലോഗ് വാൾ ബിൽഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗൈസ്. അപ്പോൾ ഈ കൊച്ചു എന്താണ് ഗൈസ്? യു വിൽ ബി അറ്റാക്ക്ഡ് ടു നൈറ്റ്, റിട്ടേൺ ടു യുവർ ഫയറാ ഗൈസ്. ഇന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരും. അവൻ്റെ എന്തോ ഒരു റെഡ് മാപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് മേക്ക് മീ ബിൽഡ് എ ബാർബ്ഡ് വയർ. ഇതൊക്കെ ബിൽഡ് ചെയ്യുന്ന എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഗൈസ്. നമ്മൾ ക്യാറ്റ് എടുത്ത് തിന്നാം. ആരാണ് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്? അവരാ? നൈറ്റായി. അവരിപ്പോൾ അറ്റാക്ക് ചെയ്യാൻ വരും. ഓടോ. മിസ്റ്റേഴ്സ് ഗ്രൂപ്പ്സ് മേക്ക് ഇറ്റ്സ് വേ ടുവാർഡ്സ് യുവർ ക്യാമ്പ് ഫയറാ. അപ്പോൾ ഗൈസ്, ഇവർ ഓടി വരുന്നുണ്ട് നമ്മളെ ഇത് കൊല്ലാൻ വേണ്ടിയിട്ട്. സ്കിപ്പ് കൊടുത്തു ഗൈസ്. അവരെ കാണുന്നില്ലല്ലോ. അവൻ ഇങ്ങനെയൊക്കെ പണിഞ്ഞു വെച്ച് ഗൈസ്.
ഒരു ബുദ്ധി അവരോട് ആ ആ മറ്റേ ആ സാധനം ഗൈസ്, ആ മാങ്കുട്ടി, അവരൊന്ന് അതല്ലേ ഗൈസ് കൾട്ടിസ്റ്റ്. അടിക്ക്. എൻ്റെ മോനെ താണ്ട അവരെല്ലാരും കൂടെ ഒന്ന് അടിക്ക്. ഗൈസ് ഓരോരുത്തന്മാരെ കൊന്ന്. മറ്റേ ഓടിപ്പോയി, മാങ്കുട്ടി ഓടിപ്പോയി. താണ്ട അവനെല്ലാരും അടിച്ചിട്ടുണ്ട് നമ്മള്. ഹൊറർ ബിൽഡ് ഷെൽഫ്. അങ്ങനെ ഗൈസ് നമ്മളെല്ലാവരെയും വിജയകരമായി ഇതാക്കിയിട്ടുണ്ട്. അവർ നോന്നൊക്കെ എഴുതി കാണിക്കുന്നത് ഗൈസ്. എന്തുവാ ബോബോ ഗൈസ്, ഇവൻ്റെ മെസ്സേജ് ഒന്നും എനിക്ക് വായിക്കണ്ട ഗൈസ്. ഇത് കൊള്ളാം ഗൈസ്. ടങ്ക കാഗു എന്ന് അവരെല്ലാം ചൈനീസും ആയിരിക്കും. അപ്പോൾ ഗൈസ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റൂലെന്നാണ് പറയത്തില്ല. 5 ബോൾട്ട് വേണം. അതൊക്കെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് മാറ്റിപ്പോവാം. നോട്ട് ഇനഫ് സ്കാർ. ഹൊറർ ബിൽഡ് ഷെൽഫ്. നമ്മുടെ ഇവിടെ കോയിൻസ് ഇവിടെയും വരുമോ? അവരെ കൊല്ലുമ്പോൾ കോയിൻസ് ഇടുമെന്ന് തോന്നുന്നത്. ഓ ഗൈസ്, അപ്പോൾ ഗൈസ് ഇവിടെ ബാർബിഡ് കയറി കിടന്നാൽ നമുക്കൊന്നും പറ്റൂല ഗൈസ്. ശരിയാണല്ലോ. ഇത് പൊട്ടിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഓൾഡ് റോഡ് എടുക്കണോ ഗൈസ്? എടുത്തേക്കല്ലേ, എടുക്കാം. ഇപ്പോൾ ഗൈസ് നമ്മുടെ വിജയകരമായി നമ്മൾ 10ാം ദിവസം ഇപ്പോൾ ആവും. ഡേ 8 അല്ല ഗൈസ്, 10 അല്ലേ? ഡേ 8 അല്ല, 10. 1 2 3 x3 multiply 9 10. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഫൈനലി 10 ആയിട്ടുണ്ട് ഡേ. ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് ടു റെയിൻ. ഇനി നമുക്ക് വെറും നല്ല ഗൈസ് ഒരു 89 ദിവസം കൂടെ ഉള്ള ഗൈസ് സർവൈവ് ചെയ്യാൻ. ഇറ്റ്സ് ഗുഡ്, ഗോയിങ് ഗുഡ്. ഇവരെ അങ്ങനെ പൂട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ബ്ലൂ ലോക്ക്. മറ്റേത് ഗ്രീൻ കീ ആയിരുന്നു. ഗ്രീൻ കീ ഞാൻ ഏതോ ഒരു പൂള് കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഇട്ടിരുന്നു. അത് അവിടെ എടുത്തുകൊണ്ട് പോയി തുറന്നു. അടുത്തത് ബ്ലൂ കീ ആണ്. ബ്ലൂ കീ എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. അതാണ് കളി. ഇവിടെ ഒന്നും കാണുന്നില്ല. എന്താ എൻ്റെ മഷ്റൂമിൻ്റെ വീട്? അതാരും ഏഞ്ചലാ? ഓ ഗൈസ്, ഏഞ്ചലെന്ന് നമുക്ക് മൈൻഡ് ആകണ്ട. എന്തോ ഡേ 10 കുറുക്കന്മാരി. യു ആർ ഹംഗ്രി. ഇവിടെ നമുക്ക് ഒട്ടും ഇതില്ല. ഭയങ്കര ഹംഗ്രിയാണ്. നമ്മൾക്ക് ഒട്ടും ഇതില്ല, എനർജി ഇല്ല ഗൈസ്. യു ആർ സ്റ്റാർവിംഗ് എന്നാണ് എഴുതി കാണിക്കുന്നത്. പ്രിന്റിങ് സ്റ്റോപ്പ് ചെയ്താലാ? ഗൈസ് എനിക്ക് വിശന്ന് കുടല് കരിയുന്ന. നമ്മൾ കുറച്ച് ബെറി എടുത്ത് തന്നിട്ടുണ്ട് ഗൈസ്. ഇറ്റ്സ് മിക് ഹാസ് ഡൈഡ്. അവൻ ചത്ത്. യെസ് ഗൈസ് ചത്ത്. ഓൾഡ് റേഡിയോ. പണ്ടത്തെ റേഡിയോയ്ക്ക് ആരുടെ ഇവിടെ കൊണ്ടിടുന്ന മാങ്കിടന്ന് വായിക്കുമെന്ന് തോന്നുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ മാങ്കിടന്നിട്ട് നമ്മുടെ ഓൾഡ് റേഡിയോ ഇരുന്ന് വായിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ തീയുടെ അവിടെ ഇത്രയും നേരം ഒരു ഇതുണ്ടായിരുന്നു. ഗൈസ് തീ ഫുള്ള് സീനാക്കിയല്ല നമ്മുടെ ഇത്. ആദ്യം ഒരു ഇത്തിരി പോലെ ഒരു ഇതായിരുന്നു, തീ എന്ന് പറയാൻ പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു വീട് കണക്കായി. കിട്ടിയില്ല. അവന്മാർ സെറ്റാക്കിയാണ്. എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാറുണ്ട് ഗൈസ്. അല്ലെങ്കിൽ ഞാനും ക്രാഫ്റ്റ് ചെയ്താനേ. യു ആർ ഹംഗ്രി. നമുക്ക് എന്തെങ്കിലും എടുത്ത് തിന്നാന്ന് ഗൈസ്. പെട്ടെന്ന് ഓട്. ഈ ബെറിയുന്നോ ഗൈസ്? അതെന്താ ഒരു അനാക്കോണ്ടിൻ്റെ അത്ര ഉള്ള ഒരു തവള? അതുകൊണ്ട് ഇവിടെ കിടന്നത് ചുഴലിക്കാറ്റ്. എൻ്റെ അമ്മോ, നമുക്ക് ഈ കാറ്റെല്ലാം എടുത്തില്ല. നൈറ്റ് ഈസ് അപ്രോച്ചിങ്. പെട്ടെന്ന് അതിനകത്തോട്ട് ഓടാൻ ഗൈസ്. നമ്മുടെ നമ്മുടെ തീനകത്തോട്ട് നമ്മളടുത്തെത്തി. നമ്മൾ ഇത്രയും നേരമായിട്ടും ഈ തീനിട്ടിട്ട് ഇത് ലെവൽ 4 ആയിട്ടേ ഉള്ളൂ പ്രോഗ്രസ്മെൻറ്റ്. അപ്പം 99 നൈറ്റ്സ് വരെ എത്ര ഇത് കാണും ഗൈസ്? എത്ര പ്രോഗ്രഷൻ കാണും? ഒരു ഇത് വിചാരിക്കണം ഗൈസ് നിങ്ങളൊക്കെ. ഒരു 98 ഡേയ്സ് സർവൈവ് ചെയ്തിട്ട് 99 ഡേയ്സ് ആയപ്പോൾ ചത്തുപോയ ആൾക്കാർ എന്ത് വിഷമം വരും ഗൈസ്. അത് അതിൻ്റെ മണ്ടേലെ ഡേയ്സ് എഴുതി കാണിക്കും. ഒരു ഡേയും കൂടെ കൂട്ടി വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് നമ്മൾ മാപ്പ് നോക്കുന്നുണ്ട്. മാപ്പിനകത്ത് വല്ല കാര്യമൊന്നുമില്ല. എന്തോ നമുക്കിപ്പോൾ കാണിക്കുന്നുണ്ട് ഗൈസ്. സ്കിപ്പ് ചെയ്യാന്നൊക്കെ എന്തോ ഒരു വൂൾഫ്. ആ വൂൾഫ് നമ്മുടെ വണ്ടിയിലോട്ട് നോക്കുന്നുണ്ട്. നോക്കിയപ്പോഴത്തെ എന്തും കാണുന്നില്ല. എന്തോ ഇത് കാണിക്കാനാണ് വിളിച്ചത്. എന്തോ എടുത്തോണ്ടുപോയി ഗൈസ്. എടുത്തോണ്ടുപോയി. അവൾ ഹാസ് വോക്കൺ അപ്പ്. ഏതൊരു മൂങ്ങ എണീറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. മൂങ്ങ, അതാണ് സാധനം. അയ്യോ, ഈ ടെൻറ്റിനകത്ത് കയറാൻ പറ്റൂല.
എൻ്റെ അമ്മേ, ഓടോടോടോടോടോട്. അതാണ് ഗൈസ് സാധനം. എൻ്റെ അമ്മേ. അപ്പോൾ ഗൈസ് നമ്മൾ രാത്രി ആയിട്ടുണ്ട്. അവള് നമ്മളൊന്നും ചെയ്യില്ലെന്ന് തോന്നണത്. ചുമ്മാ അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ വല്ലതും ചെയ്യുമെന്ന് അറിയത്തില്ല. ഇവിടെ നിന്നിട്ടൊന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഇവനും ഒരുത്തനും കൂടെ ഉള്ളതെന്നാണ് തോന്നണത്. വേറെ ആരും കാണുന്നില്ല. മറ്റേ ഫസ്റ്റ് കൊച്ചിനെ കണ്ടുപിടിച്ചല്ലേ, മിക്ക ആള് ചത്തുപോയി. അതുകൊണ്ടാണ് ഗൈസ് എനിക്ക് തോന്നണത് ഇവിടെ ഒന്നും കാണുന്നില്ല. വേണ്ട, ഈ കൊച്ചു ഓടി കിടക്കുന്നു. ഈ കൊച്ചിനെ കൊണ്ടേ കൂടി ചാടിപ്പോയിട്ടുണ്ട്. നമ്മളിപ്പോഴും ലെവൽ 4 ഉണ്ട്. ആരും എടുത്തിടുന്നില്ലല്ലോ. നമ്മൾ ഈ കൊച്ചിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ക്രക്കൻ കിഡിനെ കണ്ടുപിടിക്കാനാണ് പാട്. അപ്പോൾ ഗൈസ് ഈ കൊച്ച് ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കും. എന്താണ്ട് പോണ്. ഈ കൊച്ചിനെ ഈ തീയുടെ അകത്തുനിന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റൂലെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ചുമ്മാ അല്ല അവിടെ നിൽക്കുന്നത്. നമുക്ക് വെളി ഇറങ്ങാം ഗൈസ്. രാവിലെ ആയി. ഇപ്പോൾ ഗൈസ് നമ്മൾ ഫൈനൽ ഡേ 13 ആയി. ഡേ 11 അത് X3 മൾട്ടിപ്ലെയർ ആയി. ഡേ 13 ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. ഡേ 13. ഇപ്പോൾ ഗൈസ് നമ്മളെല്ലാം കുറേ നേരം എടുത്തിട്ടാണ് നമ്മൾ ഡേ 13 ആയത്. ഞാൻ ആദ്യമായിട്ടാണ് ഡേ 13 ആവുന്നത്. അത് വേറെ കാര്യം. ഞാൻ ആദ്യം കളിച്ചപ്പോൾ ഡേ 3 തന്നെ ചത്തുപോയി. മറ്റേ കുറുക്കം വന്ന് പിടിച്ചു. ഞാൻ അങ്ങ് ദൂരെയൊക്കെ പോയി. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിനകത്തുനിന്ന് നമ്മൾ ബെറി കുറേ തിന്ന് എനർജി കൂടുന്നുണ്ട്. അവിടെ മഷ്റൂം വീടിൽ മറ്റേ ഏഞ്ചലും ഒന്ന് നിൽപ്പുണ്ട്. എന്തിനെന്ന് അറിയത്തില്ല. നമ്മളങ്ങനെ ബെറി തിന്നുന്നുണ്ട്. ഈ ബെറി ഫുള്ള് നമ്മൾ തിന്നിട്ട് ഇതിനകത്തോട്ട് നിൽക്കാൻ പോവാണ് ഗൈസ്. അതായത് ഇനി നമ്മൾ ബെറി ഫുള്ള് തിന്നെയായിരിക്കും. നമ്മുടെ എനർജി ഫുള്ള് കൂട്ടാനാണ് നമ്മുടെ പ്ലാൻ. അടുത്തത് എനർജി ഫുള്ള് കൂട്ടിയിട്ട് നമ്മൾ സ്പ്രിൻ്റ് ചെയ്ത് അങ്ങ് ദൂരെ വരെ പോകും. മറ്റേ ക്രാക്കൻ കിഡിനെ കണ്ടുപിടിക്കാൻ വേണ്ടി. അങ്ങ് വെച്ചാൽ അങ്ങ് ദൂരെ പോയിട്ട് ഇത് പറയാം. അതാണ് ഫ്ലവറിൽ നിന്നൊക്കെ ഒരു ഫ്ലവർ എനിക്ക് കിട്ടി. അങ്ങനെ ഫ്ലവർ കളക്ട് ചെയ്യണമെന്ന് തോന്നണത്. ഫ്ലവർ വെച്ചിട്ട് എന്തോ കളിയുണ്ട്. ഫ്ലവർ വെച്ചിട്ട് എന്തൊക്കെയോ കളിയുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലേ. ഗൈസ് നമ്മൾ ഫയറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. തിരിച്ച് ഫയറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ്ട് ഇവിടെ കുറച്ചധികം ടെൻറ്റുകൾ കാണുന്നുണ്ട്. കുറേ ടെൻറ്റ് എന്ന് വെച്ചാൽ കുറച്ചധികം ടെൻറ്റുകൾ കാണുന്നുണ്ട്. നമ്മുടെ ഫയറിൻ്റെ അകത്തും ഉണ്ടല്ലോ കുറച്ച് ടെൻറ്റ്. എന്നാണ്ട് ഇവിടെ ഗ്രീൻ കീ. പിന്നെ ഗ്രീൻ കീ സ്പോണാവോ? ഇതാണോ നമുക്ക് എടുക്കേണ്ടത്? ഇത് എടുക്കാനും പറ്റുന്നില്ലല്ലേ. പിന്നെ എന്തോ തന്നെ ഗൈസ് അത് അവിടെ കൊണ്ടിട്ടേക്കുന്നത് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ് ഇതിനകത്ത് നമ്മൾ 99 നൈറ്റ്സ് സർവൈവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതിനകത്ത് ചെയ്യണത്. എടാ ഗൈസ് ഇതിനകത്ത് ഇങ്ങനെ നെക്കി പിടിച്ചത് ഇതാവും. നമുക്ക് ഇത് പിടിക്കാൻ പറ്റും. നോക്കട്ടെ ഗൈസ്. നെക്കി പിടിക്കുന്നത് ഈ ഗ്രീനിൽ നിൽക്കണം തോന്നുന്നു. പവറുള്ള മീനുകൾ കിട്ടാൻ. എനിക്ക് എന്തോ കിട്ടി. ഫ്രോഗൊക്കെ കിട്ടി. ഈ ഫ്രോഗൊക്കെ എന്തോതിനാ ഗൈസ് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ ഫ്രോഗൊക്കെ എടുത്തിട്ടുണ്ട്. ഗൈസ് നമ്മൾ ഇവിടെ കയറി ഒളിച്ചിരിക്കാം. അപ്പോൾ നമുക്ക് ബെറി തിന്നാം ഗൈസ് കുറച്ച്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ സർവൈവ് 99 നൈറ്റ്സ് ഇൻ ദ ഫോറസ്റ്റ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ 13 ഡേയ്സ് സർവൈവ് ചെയ്തു. അപ്പോൾ ഓക്കെ, നാളെ ഒരു വീഡിയോ ഇട്ട് കാണാം. ബൈ.